CPM തകർന്ന് തരിപ്പണമായി. ഈ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയം ആ പാർട്ടിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിലപ്പുറമാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, മെയ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാലുകുത്തി നടക്കാൻ പിണറായിയും സംഘവും എന്നെ അനുവദിക്കുന്നുണ്ട്. TP ചന്ദ്രശേഖരൻ എങ്ങനെയാണ്? അങ്ങനെ എത്ര ചന്ദ്രശേഖരന്മാർ നിലമ്പൂരിൽ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. PV അൻവർ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് പ്രചാരണത്തിൽ മറ്റു സ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്? ഇന്നും ഇപ്പോൾ രാവിലെ ഒന്നും പരസ്യ പ്രചാരണമൊന്നും ഷെഡ്യൂൾ ചെയ്തതായിട്ടില്ല. നമ്മളങ്ങനെ പരസ്യ പ്രചരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. പരസ്യമായിട്ട് വരാനുള്ള ആളുകൾ നമുക്ക് കുറവാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാത്തിനും ഞാൻ എത്തേണ്ട ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഞാൻ ഈ വാഹന പ്രചരണ ജാതിയുമായി ജീപ്പിൻ്റെ മുകളിൽ കയറി ടാറ്റ പറഞ്ഞ് നടന്നാൽ ടാറ്റ ഉണ്ടാവും. അപ്പം നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ബോർഡുകൾ, അതിപ്പം പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി, സോഷ്യൽ കമ്മ്യൂണിറ്റി, ഇങ്ങനെ വിവിധ ഇനം നിരവധിയായ കമ്മ്യൂണിറ്റിൻ്റെ ലീഡേഴ്സ് ഉണ്ട്. അവരെ വ്യക്തിപരമായി കാണുകയും അത്തരം ആളുകളുമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾ പ്രചരണം അവർ സ്വകാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടിനും കൂടെ എനിക്ക് നേരം കിട്ടില്ല. അപ്പോൾ അത് പ്രചരണം ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഈ സാഹചര്യം വരുത്തിരുന്നതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടയും സാമൂഹിക, സാംസ്കാരിക, സാമുദായിക ലീഡർഷിപ്പിനെയൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. അതേസമയം LDFും UDF ഒക്കെ പ്രചാരണമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പരസ്യ പ്രചാരണങ്ങളാണെങ്കിലും വീട് കയറിയുള്ള ക്യാമ്പയിനാണെങ്കിലും അവർ സംഘടന സംവിധാനം അതിൻ്റെ മിഷനറിയൊക്കെ ഗംഭീരമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും എവിടെ എത്തില്ല. ആ പ്രചരണത്തിൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്ന ഇപ്പോൾ UDF പരിശോധിച്ചാലും LDF നിങ്ങൾക്ക് പരിശോധിച്ചാലും ഫീൽഡിൽ നിന്ന് എത്ര പ്രവർത്തകർ അവരെ കൂടെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. പൊതു തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക്, ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് എല്ലായിടത്തും ആളുകൾ വരും. പക്ഷേ എൻ്റെ പ്രവർത്തകരാണ് അങ്ങനെ നടക്കുന്നതെങ്കിൽ അത് അങ്ങനെ കണക്കൂട്ടാം. പക്ഷേ ഇതെന്താണ്? മുൻതൂക്കം പുറമേയുള്ള ആളുകൾക്കാണ്. മുൻതൂക്കം എപ്പോഴും വേണ്ടത് പ്രാദേശിക ആ പ്രദേശത്തിലെയും ആ കോൺസ്റ്റിറ്റ്യുവൻസിലെയും ആളുകൾക്ക്. അങ്ങനെ ഉണ്ടായിട്ടില്ല. CPM തകർന്ന് തരിപ്പണമായി. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിശയോക്തി തോന്നും. 40% കുറയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, തൊഴിലാളികളെ സ്നേഹിക്കുന്ന ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, സഖാക്കൾ, അവർ പിണറായിയെ തിരുത്തും. ഈ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയം ആ പാർട്ടിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിലപ്പുറമാണ്. ആശാസമരം അവരിലുണ്ടാക്കിയിരിക്കുന്ന വികാരം എത്രത്തോളമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കാണും. അപ്പോൾ ആ CPM തകർന്ന് തരിപ്പണമായി ബംഗാളിലെയും കൽക്കട്ടയിലെയും പോലെ ആവുന്നൊരു ഘട്ടത്തിലേക്ക് ആ പാർട്ടി നീങ്ങുകയാണ്. അത് തടയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. നേതൃത്വം പഞ്ചമുച്ചമടക്കി പിണറായിയുടെ കുടുംബാധ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സഖാക്കൾ തന്നെ അതിനെ നിലനിർത്തണം. അതിന് പിണറായിയെ പാഠം പഠിപ്പിക്കണം. അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടിന് സഖാക്കളെതിരാണ് എന്നുള്ള വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. പിന്നെ UDF കേന്ദ്രങ്ങൾ ഞാൻ പറയാനില്ലല്ലോ, നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സ്വാഭാവികമായിട്ടും ആ സ്ഥാനാർത്ഥിയുമായുള്ള അഭിപ്രായ വ്യത്യാസം. പിണറായിസത്തിനെതിരെ ഒരു വാക്ക് പോലും പറയാത്ത ഒരു വ്യക്തിയെ പിണറായിസത്തിൻ്റെ ക്യാപ്റ്റനാക്കിയത് ഒരിക്കലും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന നിലമ്പൂരിലെ UDFൻ്റെ പ്രവർത്തകർ ഒരിക്കലും അത് അംഗീകരിക്കില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി UDF എന്നുള്ള രീതിയിലുള്ള, ഇല്ലെങ്കിൽ ഭരണമാറ്റം വേണമെങ്കിൽ UDFന് വോട്ട് ചെയ്യണമെന്നുള്ള കൃത്യമായ പ്രചാരണമാണ് UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതെവിടെ എത്തില്ല. ഈ ഗവൺമെൻറ്റിനെതിരെ ഇപ്പോൾ അവർ അച്ചടിച്ചിറക്കിയില്ല പ്രസിദ്ധീകരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഞാൻ പറയുകയും ഞാൻ പോരാടുകയും പിന്നീട് UDFിൻ്റെ ചില നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവൊക്കെ പിന്നാലെ വന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതും ചർച്ചയാക്കപ്പെട്ടതും അതിന് നേതൃത്വം നൽകിയതും അതിന് ത്യാഗം സഹിച്ചതും അതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നതും ഞാനാണ് എന്നവർക്കറിയാം. അപ്പോൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് എനിക്ക് വരാൻ പോകുന്ന വോട്ട്. അത് ഈ ഗവൺമെൻറ്റിനെതിരാണ്, പിണറായിസത്തിനെതിരാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ് UDF സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ടും എനിക്ക് കിട്ടിയ വോട്ടും കൂട്ടിയോജിക്കുമ്പോൾ ആണ് എത്രത്തോളം വോട്ട് ജനങ്ങൾ പിണറായിക്കെതിരെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഈ വ്യക്തിയോട്, സ്ഥാനാർത്ഥിയോടുള്ള ഒരു നിലക്കും യോജിക്കാൻ കഴിയാത്തവർ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. ആ വോട്ട് യഥാർത്ഥത്തിൽ പിണറായി വിരുദ്ധ വോട്ടാണ്. പിണറായിയേക്കാളും വിരുദ്ധത ഈ വ്യക്തിത്വമായതുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുന്നത്. അത് സെപ്പറേറ്റ് എൻ്റെ ബാസ്ക്കറ്റിൽ വരുന്നതോടുകൂടി ആ കാര്യം കൃത്യമാകും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, UDFിൻ്റെ പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് UDFിൻ്റെ സതീശനടിച്ച വാതിൽ ഒന്ന് തള്ളി തുറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും എനിക്ക് ഒറ്റയ്ക്ക് പോരാട്ടം നടന്നിട്ട് പിണറായിസത്തെ കേരളത്തിൽ
അടുത്ത 26-ൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന വിഡ്ഢി ബോധ്യമൊന്നും എനിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും പിണറായി സത്തിനെതിരെ ശക്തമായ ആത്മാർത്ഥമായ നിലപാടെടുക്കുന്ന UDF ലീഡർഷിപ്പും അതുപോലെയുള്ള മറ്റു പല ഘടകങ്ങളുണ്ട്. ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് പോകുന്ന ഒരു എന്താ പറയുക സംവിധാനത്തിലേക്ക് അത് പോകും. അങ്ങനെയുള്ളൊരു തേർഡ് ഫ്രണ്ടിന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെ UDFുമായി യോജിച്ച് തന്നെ പിണറായി സത്തെ തകർക്കാൻ 2026-ൽ പോരാട്ടം നടത്തുമെന്ന കാര്യത്തിലേക്കാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. സ്വാഭാവികമായിട്ടും അപ്പോൾ ഉയരുന്ന ചോദ്യമാണ്, UDFുമായി പിണറായി സത്തെ തകർക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ UDFിനെ തെരഞ്ഞെടുത്തൂടെ എന്നൊരു ചോദ്യം വോട്ടർമാർ ചോദിക്കില്ല. അത് വിഡ്ഢി ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പിണറായിയെക്കാളും ഉറപ്പ് പ്രാദേശിക തലത്തിൽ ഈ വ്യക്തിയോടാണ്. ഒന്ന്. രണ്ടാമത്, പിണറായി സത്തിനെതിരെ ഇയാൾ ഒന്നും പറയാറില്ല. ഇന്ന് വരെ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോലും പിണറായിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഈ മനുഷ്യരെ മുഴുവൻ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് കേസിൽ കുടുക്കിയപ്പോൾ അദ്ദേഹം വായ തുറന്നിട്ടില്ല. ഈ മലയോര കർഷകർ ഈ രീതിയിൽ ദുരന്തം അനുഭവിച്ചപ്പോൾ അതിനെതിരെ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഈ മലയോര മേഖലയിലെ വയനാട് പാർലമെൻറ്റിലെയും തൊട്ടടുത്ത മണ്ഡലങ്ങളിലെയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു ശക്തമായ പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറായില്ല? അദ്ദേഹം ഈ നാടിന് വേണ്ടി എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പിതാവ് എന്ന് മരിച്ചിട്ട് തന്നെ 10 വർഷത്തോളമായി, 8-9 വർഷമായി. അപ്പോൾ പിതാവിൻ്റെ ലെഗസി പറഞ്ഞ് ഞാൻ PV ഷൗക്കത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്താ മനസ്സിലാക്കുക? അദ്ദേഹം ആകെ പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരെയും ഈ പറയുന്ന പാഠമൊന്ന് വിലാപം സിനിമ എടുക്കുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചില കമ്മ്യൂണിറ്റികളെ വളരെ മോശവൽക്കരിച്ച് പ്രസിദ്ധനാകാൻ ശ്രമിച്ചതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആദ്യമായി ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് നേതാക്കന്മാരും കുറേ മന്ത്രിമാരും കുറേ MLAമാരും ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാരൊക്കെ ഒന്ന് വീട് കയറി ഞെരങ്ങുകയാണ്. ആളുകൾ വലിയ പ്രയാസത്തിലാണ്. വോട്ടർമാർ ഒരു ടീം അങ്ങോട്ട് പോകുമ്പോഴേക്കും അടുത്ത ടീം പോകുമ്പോഴേക്കും അടുത്ത ടീം. അപ്പോൾ കുടുംബജീവിതം തന്നെ താറുമാറായിരിക്കുകയാണ് നിലമ്പൂരിൽ സാധാരണക്കാരായ വോട്ടർമാരുടെ വീടുകളിലൊക്കെ. ഇതൊക്കെ വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാലും അവർക്ക് ബോർഡ് വെക്കാൻ പറ്റുമോ? വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ആരും വരരുതെന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് മനുഷ്യരെ അങ്ങേയറ്റത്തെ. എല്ലാം പ്രകടനപരതയിലപ്പുറം ആത്മാർത്ഥത ഇവർക്ക് ആർക്കും ഈ വിഷയത്തിലില്ല എന്നത് വസ്തുതാപരമായി നിലമ്പൂരിലെ വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ ചർച്ച ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, PDPയുടെ പിന്തുണ, ഹിന്ദു ലോക മഹാസഭയുടെ പിന്തുണയൊക്കെയാണ്. അല്ല, ആ കാര്യത്തിൽ എനിക്ക് പണ്ടേ വ്യക്തതയുള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ വാദം, ഞാൻ വർഗീയവാദിയാണ്. അത് മനുഷ്യവർഗം എന്ന ആ വർഗത്തിന് വേണ്ടിയിട്ടുള്ള വർഗീയവാദി, അവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും എനിക്കെതിരെ വലിയ പ്രചരണം ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള CPM ലീഡർഷിപ്പ് നടത്തിയത് എൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളാണ്. അവർ സൂചിപ്പിച്ച 2 പാർട്ടികളും എൻ്റെ കൂടെ അല്ലല്ലോ. സ്വാഭാവികമല്ലേ? അത് തന്നെയാണ് മൊത്തത്തിൽ, അതാണ് വസ്തുതകൾ. അപ്പോൾ ഈ ആശാസമരം BDP SDPയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി നടത്തുക എന്ന് മാഷ് പറയുന്ന അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് ഈ പറയുന്ന വർഗീയ ശക്തികളുടെ വോട്ട് കിട്ടിയതാണ് എന്നൊരു നരേഷൻ ഉണ്ടാക്കുക. ആ നരേഷൻ പാർലമെൻറ്റിൽ BJP MPമാർ ഏറ്റുപിടിക്കുക. ഇതൊക്കെയല്ലേ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ആർക്കും മനസ്സിലാവാത്തത്? ആ കാലമൊക്കെ കഴിഞ്ഞു. ഗോവിന്ദമാഷൊക്കെ പണ്ടത്തെ നമ്മളീ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ദേശാഭിമാനി, മാതൃഭൂമി, മനോരമി മാത്രമുള്ള കാലത്ത് നടത്തുന്ന പ്രസ്താവനയാണ് ഇപ്പോഴും അദ്ദേഹം ഒരു ബോധവും സാമൂഹിക ആളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിൽ നിലമ്പൂരിലെ ജനവിധി എഴുത്തിൽ ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട്. അല്ല, നിലമ്പൂരിലെ ജനം വിധി എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ വിധി എന്താകും? 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, മെയ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാലുകുത്തി നടക്കാൻ പിണറായിയും സംഘവും എന്നെ അനുവദിക്കുന്നുണ്ടോ? TP ചന്ദ്രശേഖരൻ എങ്ങനെയാണ്? അങ്ങനെ എത്ര ചന്ദ്രശേഖരന്മാർ? അപ്പോൾ എല്ലാവരും തള്ളി, UDFും തള്ളി, LDFും തള്ളി, ജനങ്ങളും തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ആരും എന്നെ സംരക്ഷിക്കൂ? ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലല്ലല്ലോ ഈ സമരത്തിന് ഇറങ്ങിയത്. അത് നാട്ടിലെ സാധാരണക്കാർ, ഇവരൊക്കെ പച്ച മനുഷ്യന്മാരാണ്. ജനം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിനപ്പുറമുണ്ട്. ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേരുന്നതാണ് ജനം. ആ ജനം തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവരെന്നെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് നിൽക്കുന്നത്. നിലമ്പൂരിൽ ജനം തൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ, വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവർ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് വ്യക്തിഗത വോട്ടുകൾ ഉറപ്പിച്ച്, കമ്മ്യൂണിറ്റി വോട്ടുകൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പരസ്യ പ്രചാരണങ്ങളെ മാറ്റി നിർത്തിയുള്ള ഒരു പ്രചാരണ രീതിയാണ് PV അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ അവലംബിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പാൻ, റിപ്പോർട്ടർ മലപ്പുറം.